അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ആരും നെഗറ്റീവായിട്ട് കമൻറ്റ് തോന്നരുത്. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു വീഡിയോ എന്ന് നിങ്ങൾക്ക് പഠിക്കാനും കാണാനും മാത്രമുള്ളൊരു വീഡിയോ ആയിട്ട്. അപ്പം മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു പ്രതീകം എന്ന് പറയുമ്പോൾ തന്നെ ഈ മുഹറത്തിൻ്റെ ഈ മുസ്ലിമുകൾ ഈ പരിപാടി മുഹറത്തിൻ്റെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ചാർഖുജാർ മന്ദിരം, അതായത് അമ്പലത്തിന് മുമ്പ് ഇവിടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ നേർച്ചയാക്കുന്നതാണ് ഓരോരുത്തർ. വേണ്ട അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇത് രാജസ്ഥാനിലാണ്. ഷാബുഖാന്റെ ചേട്ടനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിൽവാട പോകുന്ന വഴി കേട്ടോ. ഇവിടെ നമ്മൾ മുഹറം 10ന്റെ ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ എന്താ പറയാ മുഹറം 10ന്റെ പ്രോഗ്രാമായിട്ട് ഗുൽമണ്ടി എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടെ നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മളെ തേടിയിരിപ്പുണ്ട്. നമ്മുടെ ബാക്കിലുള്ളത് നമുക്ക് ഇന്ന് റൂം സെറ്റാക്കി തന്ന അഷ്റഫ് കയുടെ ബന്ധുവാട്ടോ. അപ്പം നാം അയാനും നമ്മളെ കൂടെ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ എന്താ പറയുക, കേരളത്തിൽ കാണുന്നതിലപ്പുറത്തേക്ക് ഒരുപാട് ആചാരങ്ങൾ നമ്മളെ ഈ ഒരു മുഹറം 10 നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് നമ്മളെ കണ്ണിനെ കൊണ്ട് കണ്ട് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. നല്ല അടിപൊളി വിഷ്വൽസ് ആയിരിക്കും. എല്ലാവരും വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് ഒരാളെ നമ്മൾ എന്താ പറയുക ചവിട്ടി തേക്കാനോ അല്ലെങ്കിൽ പുതിയ ആചാരങ്ങൾ നമ്മൾ കൊണ്ടുവരാനോ അല്ല. ഇവിടെ നടക്കുന്ന രാജസ്ഥാനിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയല്ല. കാരണം നമ്മൾ ഒരുപാട് കമന്റ് വരുന്നുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട്, അതിനും വേണ്ടിയിട്ടല്ല. അതായത് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. മുഹറം 9-10ന്റെ പ്രോഗ്രാം പറഞ്ഞാൽ രാജസ്ഥാനിലേക്ക് വളരെ വലിയൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി എന്നിട്ട് വീഡിയോ ലൈക്ക് അടിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോഴുള്ള സ്ഥലത്തിലും ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഈ രാജസ്ഥാനിലെ ഒരു പഴയ പച്ചക്കറി മാർക്കറ്റിലാണ് ഞങ്ങളത്. സാത്ത് സബ്ജി മാർക്കറ്റാണ്. അതായത് വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പച്ചക്കറി മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. ഈ മാർക്കറ്റ് പ്രത്യേകത പറയുന്നത് ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം പെണ്ണുങ്ങളായിരിക്കും കേട്ടോ. അതൊക്കെ കണ്ടോ, എല്ലാ സ്ത്രീകളായിരിക്കും. സ്ത്രീകൾ മാത്രമായിരിക്കും ഇവിടുത്തെ എന്താ പറയുക കച്ചവടക്കാർ. നല്ല പുരാതനമായ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു മാർക്കറ്റാണ്. ഇതുപോലെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ രാജസ്ഥാനിൽ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ആദ്യം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് കണ്ടു നോക്കാം. എന്താണ് അവസ്ഥ എന്ന് അറിയണ്ടേ. ഇവന്റെ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചിരുന്നത്. ഇവനാണ് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഒരു പഴയ മാർക്കറ്റാണ്, പഴയ ഒരു ഏരിയയാണ്. ഫുള്ള് പഴയ ബിൽഡിങ്ങുകളാണ്. കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അത് രാജസ്ഥാൻ പൊളിയാണ് മക്കളെ. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. तिरंगापुर रेलवे स्टेशन भिलवाड़े का। हाँ भिलवाड़े सबसे बड़ा रेलवे स्टेशन। ये मस्जिद है, देखो रेलवे स्टेशन के जस्ट सामने मस्जिद है। ओके, ये रही मस्जिद ഭിൽവാര. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇവിടെ മസ്ജിദ്, ഈ മസ്ജിദ് ഒരു വലിയൊരു പള്ളിൻ്റെ മുമ്പ് നമ്മൾ പോകുന്ന കേട്ടോ. എല്ലാം കൊണ്ടും കാഴ്ചകളാണ് ഇവിടെ. ഓക്കെ, ये मस्जिद का नाम हाँ रेलवे स्टेशन അല്ല मस्जिद का नाम रेलवे स्टेशन की मस्जिद। रेलवे स्टेशन न्यू मस्जिद आने गोपालगंज कहते हैं इसको, घुमा लो गाड़ी। इधर है नहीं, वो ऊपर चढ़ेगा ना। वो लगी ना, वो खड़े वो ओके इधर जस्ट शूटिंग ये पूरी देखो राजस्थानी टाइप। നിരവധി ആർട്ടിനാൽ സമൃദ്ധമായ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണിത്. ഒരുപാട് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഒരുപാട് ആർട്ട് വർക്കാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത കേട്ടോ. അത് കണ്ട് നമ്മൾ ഫുൾ പഴയ കാലത്തെ രാജാക്കന്മാർ ആ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോസ് ഇവിടെ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിൽവാല റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് റെയിൽവേ സ്റ്റേഷൻ കാണുന്നത് ഫുൾ വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ നേരെ കാണുന്നത് മസ്ജിദാണ്. ये जो मुसाफिर लोग जो आते हैं ना, ഇത് വലിയ ലോഡ്ജാണ്. ഓക്കെ, അത് വലിയ ലോഡ്ജാണ്. അതുപോലെ ഒരുപാട് സംഗതികൾ നിറഞ്ഞൊരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ കണ്ടിട്ടില്ല, അവസാനം നമുക്ക് അവിടെ എത്താം കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ നല്ല മനോഹരമായൊരു ഫ്ലാഗും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും മനോഹരമാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത്. നമുക്കിതൊരു പഴയ സിറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതിൽ ചിലത് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. നമ്മൾ മാക്സിമം ഈ വീഡിയോയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ.
ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷയും കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ക്രെഡിറ്റ് ഇവനുള്ളതാണ്. ഇവനാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ്. ഓക്കെ, അപ്പോൾ ഇവൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പോവാം. ഇവനാണ് നമുക്കെല്ലാം കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പം എല്ലാവരും ഇറങ്ങി വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള ചെറിയൊരു ഇടവഴിയിലൂടെ കേട്ടോ. നമ്മുടെ ഈ ഒരു എന്താ പറയുക, അജ്മീർ പോലുള്ളൊരു സെറ്റപ്പുള്ളൊരു സ്ഥലമാണ്. ഇവിടെയും ഒരുപാട് ചെറിയ ചെറിയ ഇടവഴികളിലൂടെ നമുക്ക് പോകണം. ഇത് കണ്ടോ, ഒരു ഫാമിലി, ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. ഈ ഫാമിലി ഇവരുടെ ആരോ ആണ്, ഇവരുടെ ചെറിയൊരു കുടുംബമുണ്ട് ഈ ഫാമിലി കേട്ടോ. ഒരു ഉമ്മ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ നേരെ ഇതാ ഈ ഇടവഴി മുഖേന പള്ളിയിൽ പോകണം. അവിടെയാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത് കേട്ടോ. മധുര അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നൊരു വാഹനമാണിത് കേട്ടോ. ഇതിൽ ഇങ്ങനെ കൊട്ടയും കുരുവായിട്ട് ഇവരിങ്ങനെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇതിലിങ്ങനെ പറഞ്ഞ് ഈ ഗ്രാമം മൊത്തം നടക്കും. അങ്ങനെ എന്താ പറയുക, ചെറിയൊരു അനൗൺസ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തെ അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെസ്റ്റിലാണ്. ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാഴ്ച നമ്മൾ കാണാൻ പറ്റും കേട്ടോ. പറയുന്നതിനപ്പുറം നിങ്ങൾ കണ്ട് പരിചയപ്പെടാവും നല്ലത്. यहाँ के बारे में, इनको मोहरम के बारे में समझाओ। ये केरल से आए हैं, सियाब भाई के साथ वाले हैं। केरल से केरल वाले को गुलाब जामुन एक साथ नहीं खाए जाते। सुन्नी टनाटन बनाओ और सुन्नी जो वहाँ से जो ये लिंक चल रही है वो कौन सी चल रही मीटिंग, कौन सी क्या कहते हैं, जो दोनों को मिला के जो ये से कहा एक तरफ दो, किधर भी दो, सुन्नी दो, टनाटन दो। മുഹറമിൻ്റെ പരിപാടിയായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ആരും നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടാൻ തോന്നരുത്. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു വീഡിയോ എന്ന് നിങ്ങൾക്ക് പഠിക്കാനും കാണാനും മാത്രം ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി കേട്ടോ. ഇവിടെ സ്വർണ്ണക്കടക്കാരുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ പ്രോഗ്രാം പ്രോപ്പറായിട്ട് നടക്കുന്ന സ്ഥലം. ഇതിനപ്പുറത്തേക്കാണ് ആ ഒരു സംഭവം ഏറ്റിക്കൊണ്ടിരുന്നുണ്ട്. അസ്സലാമോ भाई को भी काफी रोका रहा है कौम के प्रति।
പച്ച നമ്മുടെ കൊടിയുടെ നേരെ മുമ്പ് കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഇതിൽ മുഹറത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം കേട്ടോ. ആ ഒരു സംഭവത്തിൽ ഒരു മിനാരുണ്ട്, പള്ളിയുടെ മിനാരം പോലെ സംഭവം ഉണ്ട്. അതിൽ ഫുള്ളായിട്ട് പൈസയാണ്. ആ പൈസ ഞാൻ കാണിച്ചു തരാം എൻ്റെ അടുത്ത് എത്തുമ്പോൾ. ഇവിടെ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്, വെയിറ്റ് പൊന്തിക്കുക. അത് പ്രത്യേക ഒരു പവറാണ് അവർക്ക് എന്നാ പറയുന്നത് ഈ പൊന്തിക്കാനായിട്ട്. ഇതാണ് ഈ സംഭവം കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഫുള്ള് ഒരു ഭാഗത്ത് ഫുള്ള് പൈസകൾ വരുന്നതുകൊണ്ട് ഇവിടെ ഫുള്ള് നോട്ടുമാലാണ് ഇതിനുള്ളിൽ കേട്ടോ. ഇതിന് അകം കാണാൻ പറ്റില്ല. അപ്പോൾ അതാ ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇതാണ് ഒരു ഇക്കതെന്താ സംഭവം കണ്ടോ. ഞാൻ പറഞ്ഞേ ഒരുപാട് നോട്ടുമാലകൾ. ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ഫുള്ള് പൈസയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ നേർച്ചയാക്കുന്നതാണ് ഓരോരുത്തർ. കണ്ടോ, കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, സ്ത്രീകളും കുട്ടികളടക്കം എല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ട്. ഒരു വരം കിട്ടുന്ന പോലെയാണ് കണ്ടോ, ഒരു വാള് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വാള് ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, യാ ഹുസൈൻ യാ ഹുസൈൻ എന്നാണ് അവർ പറയാം കേട്ടോ. അവരെ എല്ലാം പുകച്ചിട്ട് കണ്ടോ, ഇങ്ങനെ പുകയ്ക്കും എല്ലാ വണ്ടികളും. ഓക്കെ, ഓരോരോ നാട്ടിലും ഓരോരോ ആചാരങ്ങൾ പറയും പോലെ തന്നെ നമ്മുടെ ഇസ്ലാമിൽ നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മുഹറത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അനഫി മദ്ഹബാണ്, അതുപ്രകാരമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പം മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു പ്രതീകം എന്ന് പറയുമ്പോൾ തന്നെ ഈ മുഹറത്തിൻ്റെ ഈ മുസ്ലിമീങ്ങൾ ഈ പരിപാടി മുഹറത്തിൻ്റെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ചാർഖുജാർ മന്ദിരം, അതായത് അമ്പലത്തിന് മുമ്പ് വെച്ചിട്ടാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതന്നെ നമുക്ക് എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായൊരു കാഴ്ചയായി തോന്നി. കാരണം ഒരു അമ്പലത്തിന് മുമ്പ് വെച്ചിട്ട് ഇവരുടെയൊക്കെ അനുഗ്രഹവും ഇവരുടെ കുറച്ച് ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഇവിടുന്ന് ഇങ്ങനെ ആ നേരത്തെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഒരുപാട് കുറിയൊക്കെ തൊട്ടിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതാണ് പറഞ്ഞത്, മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു പ്രതീകം തന്നെയാണ് ഇവിടുന്ന് ഇത് സംഭവം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് രാത്രിയാണ് ഇതിൻ്റെ മെയിൻ വിഷ്വൽസ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഇസ്ലാം ചരിത്രത്തിൽ കർബല യുദ്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. അപ്പം എന്താ പറയുക, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ തള്ളി, അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടോ. കർബല യുദ്ധത്തിൽ പങ്കെടുത്തവർ നമുക്കറിയാം, ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന അലി റളിയല്ലാഹുവിന് 2 മക്കളാണല്ലോ, റളിയല്ലാഹുവിനും. അപ്പം അവരുടെയൊക്കെ മക്കളുടെ ആ ഒരു എന്താ പറയുക അനുസ്മരണം കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ അവിടെ നോക്കുന്നുണ്ട്. അതാണ് അത്ര ഈ രഥങ്ങൾ പോലുള്ള സംഭവങ്ങൾ തള്ളിക്കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇത് മുനാര രഥമല്ല, അത് മുനാരാണ് കേട്ടോ, ഫുള്ള് മുനാരങ്ങളാണ്. അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന പോലെ ഒരു സംഭവമുണ്ട്. അത് ഞാനിതിൽ കാണിക്കുന്നില്ല, കാരണം അത് നമ്മുടെ ഇതിപ്പോൾ വയലേഷന് കിട്ടാൻ സാധ്യതയുണ്ട് യൂട്യൂബിൽ, അപ്പോൾ അത് കാണിക്കുന്നില്ല. ഇവിടെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, കൊറോണയുമായി ബന്ധപ്പെട്ട് ഒരു ഒറ്റ കുട്ടി മാസ്ക് ഇട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയും നമുക്കിവിടെ വിശ്വാസത്തോടെ നിൽക്കാമെന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടാണ് അവർ നല്ല മൊഞ്ചായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഓരോ ആചാരങ്ങളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കുട്ടികളായിട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നവരായിട്ട് കിട്ടുന്നില്ല. ഇതൊരു വീശാനുള്ള പരിപാടിയാണ്. നമുക്ക് അടി കൊണ്ടാൽ എല്ലാം ഓക്കെ, അവനോണ്ട് കഴിയുന്ന പോലത്തൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. കാഴ്ചകളിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഇനി നൈറ്റാണ് അടുത്ത പരിപാടി പറയുന്നുണ്ട്. രാത്രി ഈ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം നടത്തും. ആ പ്രോഗ്രാം നമുക്ക് ഗോപ്രോയിൽ ചാർജ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് സംഭവമൊന്നുമല്ല, എങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ, ആ എല്ലാ സംഭവങ്ങളും ആ ഇടവേള കണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ട് അവർ ഫിക്സ് ചെയ്യും. ഇവിടെയാണ് ഇതിൻ്റെ അവസാനം എൻഡ് വരുന്നത്, എൻഡ് പൊസിഷൻ ഇവിടെ. ഓക്കെ, അപ്പോൾ എൻഡ് പൊസിഷൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. ഇവിടെ കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്, സോങ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാമെന്നുള്ളവാ. അപ്പോൾ ഈ കാണുന്ന ഇവിടെയാണ് ഇതിൻ്റെ എൻഡിങ് പൊസിഷൻ വരുന്നത് കേട്ടോ. ഇവിടെ ചെറിയൊരു ദർഗ
दरगाह है ये दरगाह है हाँ ये दरगाह करबला है हाँ करबला अब दरगाह उधर दरगाह കാണുന്നത് കേട്ടോ आगे अपन इതാണ് നമ്മുടെ ദർഗാ കേട്ടോ ദർഗാ ഷരീഫാണ് दरगाह का नाम है करबला करबला हाँ ताजे ताजे यहाँ ठंडे होता है हाँ ओके ताजा जो भी सारे मोहरम आएंगे ना वो इसमें ठंडे होंगे हाँ ओके ये कुएं के എന്താ പറയുക വെള്ളത്തിൽ पानी है ആ പാനി इसके में ठंडे होंगे അപ്പം നേരത്തെ പറഞ്ഞില്ലേ ആ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കണ്ടിലേക്കാണ് ഇട്ടത് നല്ല ഡീപ്പുള്ള ഒരു കിണർ കേട്ടോ ഒരുപാട് ആഴമുള്ള ഒരു കിണറാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാം ഇടും ഇവിടെ നിക്ഷേപിക്കും സാധനങ്ങളൊക്കെ എന്നിട്ട് അതൊരു എന്താ ഒരു പുണ്യം കിട്ടുന്ന സംഭവമാക്കിയിട്ട് മാറ്റും അങ്ങനെയാണ് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നത് ഇതാണ് ഒരു ദർഗയാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഉണ്ടോ കുട്ടികൾക്കും ഉള്ളതും ഇതൊക്കെ ഇവിടെ കൊണ്ടുപോയി കിണറ്റിലേക്ക് ഇടാനുള്ളതാണ് പിന്നെ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർ നേർച്ച പോലെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സംഭവം എല്ലാം ഇവിടെയാണ് നിക്ഷേപിക്കുക അവസാനം കേട്ടോ ഉണ്ടോ ഫുള്ള് ചെളിയാണിത് ചളിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അവർക്ക് അങ്ങനത്തെ ഒരു വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല കുട്ടികൾക്കുള്ളത് അവർക്ക് കഴിയുന്ന രീതിയിൽ അവരുണ്ടാക്കി ഇവിടെ വന്നിട്ട് എല്ലാത്തിനും മേലെ യാ ഹുസൈൻ എഴുതിയിട്ടുണ്ട് കേട്ടോ യാ ഹുസൈൻ എഴുതിയിട്ടുണ്ട് അതാണ് അവരെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതും കേൾക്കുന്നതും വെള്ളിയാഴ്ച രാത്രി ഇവിടെ വന്നിട്ട് എല്ലാവരും തിരി കത്തിക്കുകയും ചിലർ പൂ കൊണ്ടിടുക അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് ചില കാര്യങ്ങൾ പുരാതകൾ അങ്ങനെ നടക്കുന്ന വിശ്വാസം അങ്ങനെ ഇവിടെ കൊണ്ട് തിരി കത്തിക്കും ചിലർ കൊണ്ട് പൂ കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഈ പരിപാടിക്ക് പാല് കൊടുക്കും ഇവർ എല്ലാവർക്കും വരുന്നവർക്ക് എല്ലാവർക്കും പാല് കൊടുക്കും അതൊരു ബർക്കത്താണ് ഇപ്പോൾ നാട്ടിലൊക്കെ പായസം വെക്കും പോലെ അതുപോലെ സംഭവമാണ് കേട്ടോ ഇത് പാലാണ് കാണുന്നുണ്ടോ ഫുള്ള് പാലാണ് കാണുന്നത് ശുദ്ധമായ പശുവിൻ്റെ പാല് തിളപ്പിച്ചിട്ട് ഇവർ വരുന്ന വിശ്വാസികൾക്ക് ഓക്കെ കുछ बोलो ये क्या है शरबत हाँ मिल दूध है हाँ ओके बोलो शरबत है हाँ ये क्या है ये दूध पिलाएंगे ना यार शरबत उसके लिए यस यस वो जो ये प्रोग्राम അവസാനമായിട്ട് പറഞ്ഞെന്താ അറിയോ ഇവിടെ ഏറെക്കുറെ 10,000-ഓളം ജനങ്ങൾ അവസാന സമയമാകുമ്പോഴേക്കും വരും എന്ന് പറഞ്ഞു അതായത് 11 മണിയാകുമ്പോഴേക്കും 10,000-ന് മേലെ ജനങ്ങൾ വരും അവരെ നിയന്ത്രിക്കാനുള്ള പോലീസ് വ്യൂഹമാണ് കാണുന്നത് അപ്പം ഒരുപാട് സപ്പോർട്ട് ഇവർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് ഈ പ്രോഗ്രാം നടത്താൻ എന്ന് പറയുന്നത് കാരണം ഇതൊരു നല്ലൊരു മതസൗഹാർദ്ദത്തിൻ്റെ നല്ലൊരു പ്രതീകമാണല്ലോ ഈ പരിപാടി ഇവിടെ കേട്ടോ അത് ഈ നാടിന് ഒരു ഗുണം കിട്ടുന്ന കാര്യമായതുകൊണ്ടാണ് ഇത്രയും ജനവ്യൂഹം അല്ലെങ്കിൽ ഇത്രയും പോലീസ് പ്രൊട്ടക്ഷനൊക്കെ അവർ കൊടുത്തിട്ട് ഇതിനെ മാക്സിമം സപ്പോർട്ടാക്കുന്നുണ്ട് എല്ലാവരും അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക ഇവിടുത്തെ രാജസ്ഥാനികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ മുഹറം 10 എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനെക്കാട്ടിൽ അപ്പുറത്തേക്ക് ഓരോ ആചാരങ്ങൾ ഇതിലുണ്ട് നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഏതായാലും ഓക്കെ
ഞാൻ പറയാമെന്നറിയോ, ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവങ്ങൾ വേണം. അതായത് മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു എന്താ പറയുക പ്രതീകമാണ് ഇവിടെ. എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവർ അവസാനമായിട്ട് എൻഡ് ചെയ്യാൻ പോവുക. അപ്പോൾ അതുവരെ ഇത് എന്താ പറയുക ഇവിടുത്തെ മുസൽമാന്മാർ നടത്തുന്ന പ്രോഗ്രാം ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എൻഡിങ് വരുന്നത് എല്ലാ മതസ്ഥരും ആണിത് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഒരു ദർഗയിലേക്കാട്ടോ. ഈ ദർഗ എന്ന് പറഞ്ഞാൽ മൻസൂർ അലി ബാബ എന്ന് പറയുന്ന വലിയൊരു ദർഗയാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ദർഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകളൊക്കെ, അതായത് മുസ്ലിം സുഹൃത്തുക്കളെല്ലാവരും ഇവിടെ വന്നിട്ട് അനുഗ്രഹം വാങ്ങും. ഈ ഒരു ദർഗയിൽ വന്നിട്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് അങ്ങോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചും കൊണ്ടുതന്നെ വരും. അങ്ങനെയാണ് അവസാനം ഈ ഒരു പ്രോഗ്രാം മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് അവസാനിക്കും കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും അവിടെ നിന്ന് അവർ പിരിഞ്ഞു പോകും. ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകും. എന്തായാലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പ്രോഗ്രാം ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം ഇവിടുന്ന് നല്ലൊരു തടാകത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നല്ലൊരു കാഴ്ച ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ലൊരു അടിപൊളി തടാകം നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് തടാകം വരുന്നത്. കണ്ടോ, ഇത് നേരെ അപ്പുറത്ത് വലിയൊരു തടാകമാണ്. ഈ തടാകത്തിന് പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ വെള്ളം കെട്ടി നിർത്തി ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടൊരു സംഭവമാണിത്. അപ്പം അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി പോകട്ടെ. രാത്രി ഏകദേശം 7-7:30 ടൈമായി. ഇനി ജനങ്ങൾ കൂടും, നമ്മളെ വിഷ്വൽസ് ക്ലാരിറ്റി കുറയും. ഗോപ്രോ ആയതുകൊണ്ട് നൈറ്റ് വിഷ്വൽ വളരെ ഷോക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മൻസൂർ അലി ബാബയുടെ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ മൻസൂർ അലി ബാബയുടെ ദർഗ ഞാൻ കാണിച്ചു തരാം. ദർഗൻ്റെ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെയാണ് ദർഗയിലേക്ക് വരുന്നവർ ഇവിടെ എന്താ പറയുക അവരുടെ സംഭാവനകളും കാര്യങ്ങളൊക്കെ ഇവിടെ സ്വീകരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ദർഗയിലേക്ക് പോകും. ദർഗ കേട്ടോ. ഇതാണ് മൻസൂർ അലി ബാബയുടെ ദർഗ വരുന്നത്. അപ്പോൾ ഈ മുഹറം മാസത്തിൽ ഈ ഒരു ദർഗയ്ക്ക് ഒരുപാട് ബഹുമാനം ഇവർ കൊടുക്കുന്നുണ്ട്.